കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഇതൊക്കെയാണ്, മാത്തമെറ്റിക്സ് ഒക്കെയാണ് ക്ലാസ്സിൽ പോയി പഠിക്കുക. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ സ്കൂളിലോ നിന്റെ മാതാവിൻ്റെ മുഖത്ത് നീ സ്നേഹത്തോടെ നോക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും പഠിപ്പിക്കണില്ല. അപ്പോൾ അത് പഠിപ്പിക്കുന്ന മദ്രസയിലെ ഉസ്താദ് പഠിക്കാത്തതിന് കുട്ടിയെ തല്ലി എന്ന് പറഞ്ഞ് ഇവൻ വന്നിട്ട് ഉസ്താദിനെ തല്ലുന്നു. ഇവൻ ഏത് കാലത്ത് ഗുണം പിടിക്കും? ഇവൻ്റെ അവസാനം എങ്ങനെയായിരിക്കും? വല്ലാത്തൊരു ഹതഭാഗ്യമായൊരവസ്ഥ. ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും പടച്ചോനെ അറിയുള്ളൂ. ആ പള്ളിയിലെ മഹലിലെ ആൺപിള്ളേരില്ലാതായിപ്പോയല്ല മഹലിലൊന്നും ഇല്ലേ? ഞാനൊക്കെയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്നെ അറിയുന്ന അടിക്കാൻ വന്നാൽ ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. ഫായിസ ചാടി ഇടിക്കും ഞാൻ, ഒരു രക്ഷയുണ്ടാവില്ല. കാണും പോലെയൊന്നുമല്ല, ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട, ചാടി ചവിട്ടി ഹാ ഹീ ഹൂന്നും പറയും. സൽമാനെ സൂക്ഷിച്ചോ കേട്ടാ, പടപട അടിയൊക്കെ തിരിച്ചു കിട്ടും, ഒരു രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് ഉസ്താദന്മാരൊക്കെ കരാട്ടയും കളറിങ് ബ്ലാക്ക് ബെൽറ്റും കുങ്ഫു ജൂഡോയും തൈക്കൊണ്ടൊക്കെ പഠിച്ചോളും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കൽ സുന്നത്താക്കിയ കാര്യമാണത്. ഞാൻ തമാശ പറഞ്ഞല്ലേ, ആരെങ്കിലുമൊക്കെ അടിക്കാൻ വേണ്ടി വന്നാൽ നമ്മളിങ്ങനെ അടി കൊണ്ടുപോകണം നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കൈ കിട്ടണെടുത്ത് വെച്ച് തിരിച്ചടിക്കും. ഉപ്പാരെങ്കിലും അടിക്കാവുന്ന മൈക്കെടുത്ത് വെച്ചാൽ അടിക്കും. മരിക്കണേ ജീവിക്കണേക്കെ പിന്നുള്ള കാര്യം ഇല്ലേ? അങ്ങനെയാണ് വേണ്ടിയിരുന്നത്. ആ നാട്ടിൽ ആൺപിള്ളേരായിട്ട് ആരുമില്ലെന്നാണ് ഞാൻ ആലോചിക്കും. അയാളൊരു പാവപ്പെട്ടൊരു മുസ്ലിയാർ, കഷ്ടം, സാധുവായ ഒരാൾ. അയാൾ ചെറുപ്പക്കാരനാണ്, കല്യാണം പോലും കഴിച്ചിട്ടില്ല. അയാളെ രണ്ട് തലയ്ക്കടിക്കുന്നവൻ, എത്ര വൃത്തികെട്ടവനാണ് അവൻ. അവനൊക്കെ എന്തോ വേണം. എൻ്റെ കയ്യിലാണ് കിട്ടാൻ അടിച്ച് ശരിയാക്കിയാണ്. ഞാൻ വിട്ടൊന്നും കൊടുക്കത്തില്ല. എന്നെ അടിക്കാൻ ഇടിച്ച് റെഡിയാവും. അവൻ്റെ മൂക്കം ഉണ്ടായൊക്കെ ബ്ലഡ് വരും ആ സമയത്ത് സ്പോട്ടിൽ. നമ്മുടെ ഈ മറ്റേ അവൻ്റെ പേരറിയാം, അവൻ്റെ പേരെന്തോറും ജാക്കി ജാനല്ലല്ലോ, ഒരുത്തരുണ്ടല്ലോ, പറയടാ പിള്ളേരെ പേരൊക്കെ. അവന്മാരൊക്കെ വെറുതെ ഇരിക്കുന്നു. അവന്മാർക്ക് ഏതെങ്കിലും സിനിമ കക്കയും മെസ്സിയൊക്കെ അറിയാവും. എടാ ബ്രൂസ്ലി, ജെറ്റ്ലി, ബ്രൂസ്ലി, ജാക്കി ജാൻ, മാർഷൽ ആർട്സിലെ രാജാക്കന്മാരാണ് അവർ. ബ്രൂസ്ലിയെ കണ്ടതായി ഇത്രയേ ഉള്ളൂ. ഒരിടിയെ കിട്ടിയാൽ പൊന്നു മോനെ 200 കിലോയൊക്കെയാണ് സ്പോട്ടി ഡെഡ്. അപ്പം നമ്മൾ കുറച്ച് അതൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നു. ചിരിക്കുന്നു ഇല്ലേ? മൂസിനെ നിനക്ക് ഇത്ര അറിയാം? ഓടാൻ അറിയാം. ഓടാൻ പഠിച്ചാന്നല്ല. അല്ലാഹ് ഹഫീർ, എണീറ്റ് ഓടെങ്കിലും ചെയ്യണ്ട. ഇത് ഓടണമല്ലോ, വെറുതെ അടി കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നു പാവപ്പെട്ട. അള്ളാഹു, ഞാൻ അന്ന് വിളിച്ചിരുന്ന ആ ഉസ്താദിനെ ഞാൻ അന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് മാറിപ്പോണം, അവിടെ നിൽക്കാൻ പാടില്ല. കാരണം എന്നറിയാം, അവിടെ ആൾക്കാരൊക്കെ ഇളവി, ഇവൻ ജയിലിലാണ് കണ്ട് അറസ്റ്റിലായി. ഇനി ഈ ഉസ്താദിനെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളൊക്കെ പറഞ്ഞ് വല്ല പോസ്കോ കേസാണ്. ഇപ്പോൾ പോസ്കോയൊക്കെയാണ്, തൂഫാനം കണക്കും പോലെ. പാവപ്പെട്ടവനെ പിടിച്ച് അകത്തിട്ട അയാളുടെ ജീവിതം കോഞ്ഞാട്ടായിപ്പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പതുക്കെ അവിടെ നിന്ന് വേറെ എങ്ങോട്ടേക്ക് മാറിപ്പോകാൻ. അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹം നൽകട്ടെ. അക്രമികളായ ആളുകൾ അള്ളാഹു പാഠം പഠിപ്പിക്കട്ടെ. അങ്ങനെ ധിക്കാരം കാണിക്കാൻ പാടില്ല, അഹങ്കാരം കാണിക്കാൻ പാടില്ല. വാപ്പായ ചൗക്കുറ്റി വളക്കെ 2 അടി എടുത്തിട്ട് വാപ്പാ സോറി എന്ന് പറഞ്ഞാൽ ഫായിസേ ശരിയാണോ? അത് ശരിയാണോ? അത് ആര് ചെയ്താലും ശരിയല്ലേ? വാപ്പാട ഈ കുട്ടിയുടെ അബുറൂഹ്, ആത്മാവിൻ്റെ പിതാവാണ് ഉസ്താദ്. ആ കുട്ടിയെ നന്മ പഠിപ്പിക്കുന്ന ആളാണ്. പണ്ടൊക്കെ നിങ്ങൾ ഉസ്താദ് അടിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അബ്ദുള്ളാക്ക വാപ്പാടത്ത് പോയ അബ്ദുള്ളാക്ക പറഞ്ഞ് എൻ്റെ ഉസ്താദ് എന്നെ അടിച്ചെന്ന്, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ്, നീ ഇന്ന് എന്തിനാണ് ഉസ്താദിൻ്റെ അടി മേടിച്ചെന്ന് പറഞ്ഞ് 3 അടി വാപ്പ എക്സ്ട്രാ തരും ഇല്ലേ? അതായിരുന്നു പഴയ കാലം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നന്നായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പം പിള്ളേരെ ആരെയും അടിക്കത്തുമില്ല. പിള്ളേർ പൂമ്പാറ്റകളാണ്, അടിക്കാൻ പാടില്ല അവരെ.